Ideas, Assalamualaikum, welcome back. ഇന്ന് നമുക്കൊരു നാടൻ രീതിയിലൊരു പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഴംപൊരിയാണ് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലൂടെയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യാതെ യാതൊരു പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു പഴംപൊരി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. ഇതിലാദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പൊടിച്ച പഞ്ചസാര അരക്കപ്പ് മുഴുവനായിട്ടില്ല, അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പൊടിച്ച പഞ്ചസാര എടുക്കുക. അപ്പോൾ പൊടിച്ചതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി കിട്ടും. പൊടിക്കാത്തത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പൊടിച്ചതാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു 3 പഴത്തിനുള്ള ബാറ്ററായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഗ്ലാസ് അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മൈദയിലേക്ക് ആ സെയിം ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടി എടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് കൂടി പോകരുത് കേട്ടോ, കുറച്ചിട്ടാൽ മതി. കൂടിപ്പോയാൽ അതിൻ്റെ ആ ടേസ്റ്റ് മുന്നിലേക്ക് വരും. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ ഇത്രയും മതി. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാര്യമായിട്ട് മറ്റു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. വെള്ളം ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസാവരുത് കേട്ടോ. ഈ ഒരു മാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായാൽ നമ്മൾ വിചാരിച്ച പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവണമെന്ന് പറയാനുള്ളൊരു കാരണം നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി ലൂസായി പോയാൽ നന്നായിട്ട് പൊങ്ങി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ദേ ഇതുപോലെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കുക. കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ ഇതുപോലെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു സ്പൂൺ ആ മാവിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ആ സ്പൂണിൽ കോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൂസായി പോയാൽ ആ സ്പൂണിൽ കോട്ടായി കിട്ടില്ല. അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് മൈദ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ നീളത്തിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഞാൻ ഒരു പഴം 4 or 5 പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പഴമെല്ലാം സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടോടുകൂടെ ഓയിൽ ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ല ചൂട് വേണം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം. അപ്പം മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടോടുകൂടെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ല പൊങ്ങി കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുന്ന കറക്റ്റായിട്ട് പൊങ്ങി നമ്മുടെ പഴംപൊരി കിട്ടും. അപ്പോൾ ഒന്ന് ഇതുപോലെ കണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ഈ ഒരു പഴംപൊരി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. Thank you.